ചില ഫുഡേ നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ നമ്മൾ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കാറില്ല. അങ്ങനെയുള്ള ഒരു ഫുഡാണ് ഈ ഞണ്ടുകൂട്ടൻ. മുന്നേ ഞാൻ വച്ചിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റിയില്ല, എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അതുപോലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയപ്പോഴും അങ്ങനെ തൃപ്തികരമായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഒന്ന് ടേസ്റ്റ് നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അച്ഛൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുള്ളെടുത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സ് വീണ്ടും അനുവദിക്കാത്തത് കൊണ്ട് കുറച്ച് ചേട്ടന് വേണ്ടി മാറ്റി വെച്ചു. ഇത്രയും ഞാൻ എടുത്തുവിട്ടതാ. ഇത്രയും ചേട്ടന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ആ കാര്യം ആളെ ഏറ്റെടുത്തോളും. എന്നാലും ഈ ഞണ്ടുകൂട്ടൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, എൻ്റെ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലായിടത്തു നിന്നും അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ അപ്പോഴേക്കും വന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഞണ്ടിൽ ഇച്ചിരി ഉപ്പും ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ആളുടെ മനസ്സും അനുവദിക്കുന്നില്ല അത്രേ കഴിക്കാൻ. പണ്ടൊക്കെ എങ്ങനെ നടന്ന മനുഷ്യനാലേ ഇപ്പോൾ ഓരോന്നും കഴിക്കാനായിട്ട് ഇച്ചിരി പാടാണ്. എന്തായാലും നമ്മുടെ ഗ്രേവിക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറിക്കും കൂൺ കറിക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഗ്രേവി തന്നെ. നൈതിക്കുട്ടി അമ്മയെന്ന് വിളിച്ചത് ഒക്കത്ത് കയറി ഇരുന്നുണ്ട്. അപ്പം മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി വറുക്കെടുത്തപ്പോൾ നൈതിക്കുട്ടിൻ്റെ മൂക്കിൽ പോയി തോന്നുന്നു. ആള് വേഗം ഓടി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയുന്ന അതിലേക്ക് നമ്മൾ ചേർത്തു. പിന്നെ മഞ്ഞപ്പൊടി, ഗരം മസാല വേണ്ടവർക്ക് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി പെരിഞ്ചീരകവും കറുവാപ്പട്ടിയൊക്കെ എടുത്ത് അരച്ച് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഇവിടെ അത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അതൊക്കെ ചേർത്താൽ മസാലയൊക്കെ ആയാൽ കുറച്ചും കൂടിയും രസം ഉണ്ടായിരിക്കും. അതൊക്കെ പ്രിപ്പയർ ആയി വന്നപ്പോഴേക്കും ഞണ്ടുകൂട്ടൻ അതിലിട്ട് ഒന്ന് പെരട്ടി എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാല് കുറച്ചും കൂടി വെട്ടിക്കളയാനുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത്. എനിക്കറിയില്ല ഇതിന് എന്തോരം മാത്രം ചെയ്യാനുണ്ടെന്ന്. ആക്ച്വലി ഇത് വാങ്ങിയോടത്തുനിന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് വാഷ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും അതൊക്കെ നന്നായിട്ട് മിക്സാക്കി വെച്ച് ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവാനായിട്ട് വെച്ചു. എത്ര നേരം ഇത് വേവണമെന്ന് വരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചേട്ടൻ വന്നു. അതുകൊണ്ട് അതിൻ്റെ വേവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം മുന്നേ തീരുമാനമാവേണ്ടതായിരുന്നു. എന്തായാലും ട്രൈ ചെയ്തത് രണ്ടാമത്തെ വട്ടമാണെങ്കിൽ കൂടിയും ആദ്യത്തെ വട്ടം ടേസ്റ്റ് നോക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം പോലും എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛനും നോക്കിയിട്ടില്ല, ഞാനും നോക്കിയിട്ടില്ല. അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അതിപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാവരും കഴിച്ചിട്ട് നന്നായിരുന്നു എന്നാണ് അഭിപ്രായം പറഞ്ഞത്. അവസാനം ഞാൻ ചേർത്തത് തേങ്ങാപ്പാലാണ് കേട്ടോ. ആ തേങ്ങാപ്പാൽ ചേർത്തു. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ഇച്ചിരി കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് ആളെ സെറ്റാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ.